Lord, here we are. We've come to be filled. We reach out our hands to receive the blood you spilled. Humbly we bow here with hearts on display to take of the body that took our guilt away. And we come, yes we come. Take us in, here we are, open and broken. Come take every part. This is all our hearts live for, this holy communion. There's nothing more, there's nothing more. Lord, here we are, we're naked in sin, to taste of the wine and be in awe of you again. Humbly we bow here to taste of the bread. Let your mercies flow. തമ്പുരാനെ ക്രിസ്തുവിന്റെ അടയാളത്താൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രതിഷ്ഠ ഈശോയുടെമേ, ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആസ്വദിക്കുകയും ആ സന്തോഷങ്ങൾ വിസ്തീരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസങ്ങളെയും ചെയ്യണമേ. ഞങ്ങൾ ആരെങ്കിലും അങ്ങ് വിരകിടയായി ഞങ്ങൾ ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലെയും ഉന്നയിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളെ മെച്ചമായി കുടുംബാംഗങ്ങളെ നിത്യഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ആത്മീയ ശാരീരികമായ എല്ലാവരും ഞങ്ങളെ കാത്തുകൊള്ളണമേ. സർവത്തെ കണ്ടാന്തിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. മറ്റുള്ള ദൈവം മാറിയ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതം മുഴുവനും ഇതിന് സജ്ജീകരണം ഞങ്ങളുടെ ഹൃദയം ചെയ്യട്ടെ. ഈശ്വരത്തിൻ്റെ ഹൃദയമേ, മരത്തിനും ഹൃദയമേ, വിശേഷ പിതാവേ, വിശുദ്ധ മരിത്ത മറിയമേ,
ജീവൻ വെടിഞ്ഞൊരു സ്നേഹമോടണയാമി അൾത്താരേ. നമുക്കായി ജീവൻ വെടിഞ്ഞൊരു സ്നേഹമോടണയാമി അൾത്താരേ. അണയാമൊരു മനമായെന്നും സ്നേഹപിതാവിന്റെ സന്നിധിയിൽ അണയാമൊരു മനമായെന്നും സ്നേഹപിതാവിന്റെ സന്നിധിയിൽ കാഴ്ചകളേക സഹനങ്ങളേക അനുഗ്രഹം ചൊരിയുമി തിരുബലി. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. ഈശോയെ ആദ്യമായി സ്വീകരിക്കുന്ന ഈ പരിശുദ്ധ ബലിയിൽ ആഷറിനെയും ആഷറിൻ്റെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും നമുക്ക് സമർപ്പിക്കാം. മിഥുനെയും ഡീനുവിനെയും ഈ മക്കളെല്ലാവരെയും പ്രത്യേകമായി സമർപ്പിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. വിശുദ്ധിയോടെ, സ്നേഹത്തോടെ, എളിമയോടെ ഈ ബലി അർപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ കാണിക്കയായി കാഴ്ചവെക്കേണ്ട വിധം നമുക്ക് നമ്മെ തന്നെ ഈ ആൾക്കാരെ കൊണ്ട് എളിമപ്പെടുത്താം. ഏതെങ്കിലും തരത്തിലുള്ള ബലഹീനതകളോ കുറവുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് നമുക്ക് മാപ്പപേക്ഷിക്കാം. കർത്താവിൻ്റെ കാരുണ്യം നമുക്ക് യാചിക്കാം. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ്റെ ഒപ്പമാണ്. നിങ്ങൾക്ക് നിത്യജീവനുണ്ടാകാൻ വേണ്ടി ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും വിശ്വാസത്തോടുകൂടെ ഈ വചനത്തെ സ്വീകരിക്കുന്ന ഓരോരുത്തരിലേക്കും നിത്യജീവൻ്റെ അഭിഷേകം ഇറങ്ങി വരുന്നു. തലമുറകൾക്കായി നമ്മുടെ സ്വർഗീയ ദാതൻ ഒരുക്കിയ ഈ പദ്ധതിയിലേക്ക് ചേർന്നതുകൊണ്ട് ഈ ബലി നമുക്ക് സമർപ്പിക്കാം. ഈ കുടുംബമായിരിക്കുന്ന ദേശത്ത് ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനം ഇവർക്ക് അവിടുന്ന് വിരിച്ചു പിടിച്ച കരങ്ങൾക്കുള്ളിൽ സുരക്ഷിതമായിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയോടി ബലി
അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊളിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നുവെന്ന് ഈശോ നമ്മളോട് അരുളി ചെയ്തു. യോഹന്നാന്റെ സുവിശേഷം 8:12 ക്രിസ്തുവാണ് യഥാർത്ഥ വെളിച്ചമെന്നും ക്രിസ്തുവിൻ്റെ ജീവനിൽ നമ്മൾ ഒന്നാകുന്നുവെന്നും സൂചിപ്പിച്ചുകൊണ്ട് നമ്മളിപ്പോൾ തിരിതെളിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ വെളിച്ചം നിൻ്റെ ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെയൊക്കെ അന്ധകാരത്തെ മുഴുവൻ നീക്കിക്കളഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വഴിയിൽ നടക്കുവാൻ നിന്നെ അവിടുന്ന് സഹായിക്കട്ടെ. ലോകം മുഴുവൻ സുഖം പകരാന സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാന സ്നേഹദീപമേ മിഴി തുറക്കൂ. നിന്റെ ഈ മകനെ അനുഗ്രഹിക്കണമേ. നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന ഈ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതാപൂർവ്വം പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
മർത്യനു നിത്യമഹോന്നതമാ ഉത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമീകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 11 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിച്ചാണ്. പുതിയ ഉടമ്പടി കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ വരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം, അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റു ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 6-ാം അധ്യായം 51 മുതലുള്ള തിരുവചനങ്ങൾ. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ മാംസമാകുന്നു. അപ്പോൾ ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. ഭക്ഷിക്കാൻ നമുക്ക് തൻ്റെ മാംസം നൽകാൻ ഇവനെങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളിൽ ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ മാംസം യഥാർത്ഥ ഭക്ഷണമാകുന്നു, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവും. എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയമുള്ള ജോസിച്ച, പ്രിയ ആശിർ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ആശിറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹപൂർണമായ ഒരു നിമിഷത്തിലൂടെയാണ് ഈ മകൻ കടന്നു പോകുന്നത് നമുക്കറിയാം. ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുവാനും മകൻ്റെ ഭാവിയിൽ ദൈവകൃപയിൽ നിറഞ്ഞ് ശുദ്ധിയിൽ ജീവിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നാം എല്ലാവരും ഇവിടെ ആയിരിക്കുക. നീ മകനെ പോലെ തന്നെ ഒരിക്കൽ നമ്മളെല്ലാവരും തന്നെ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കും. ഒരു ദിവസം നമ്മളെല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു സുദിനം കൂടിയായിരിക്കും. കാരണം നമുക്കറിയാം, നമ്മുടെ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ ശരീരവും രക്തവുമായിട്ട് കടന്നു വരുന്ന അനുഭവമാണ്. ഈ മകനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരുക്കത്തോടു കൂടി തന്നെ ആയിരിക്കും ഇന്നിവിടെ ആയിരിക്കുന്നത് നമുക്കറിയാം.
കാരണം കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ ഈ ഒരു ദിവസം കരുതി പ്രാർത്ഥിച്ചൊരുങ്ങി പ്രാർത്ഥനകളൊക്കെ പഠിച്ച് നല്ല മിടുക്കനായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ബാഹ്യമായി വളരെ ഒരുക്കവും നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുക, വളരെ ഒരുക്കം നമുക്ക് ആവശ്യമാണെന്നറിയാം. ഇന്ന് ലേഖന ഭാഗത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കാനായിട്ട് വളരെ വലിയ ഒരു ഒരുക്കം നമുക്ക് ആവശ്യമാണ്. ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കുകൊണ്ടുകൊണ്ട് ഈശോയെ നാം സ്വീകരിക്കുമ്പോൾ ഈ ഒരുക്കം വേണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് അപ്പവും വീഞ്ഞും എടുത്തുകൊണ്ട് ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നൽകിയപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ത്യാഗത്തിൻ്റെ മനോഭാവം ഇവരുടെ മാതാപിതാക്കൾ കണ്ടുകൊണ്ട് വളരുമ്പോൾ ആഷിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെയും ജീവിതത്തിൽ ഈ അനുഭവം ഉണ്ടാകുമെന്നുള്ളൊരു ബോധ്യത്തിൽ ജീവിക്കാനായിട്ടുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ ജീവിതവും ഈശോ കാണിച്ചു തന്നിട്ടുള്ള സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ മാതൃകയിലൂടെ ഈശോയെ പകുത്തു നൽകുവാനായിട്ട് ഈ മകനും സാധിക്കട്ടെ. അങ്ങനെ ഈ മകനെ കാണുമ്പോൾ എല്ലാവർക്കും ഈ മകനെ സ്നേഹിക്കുവാനും ഈ മകനെ ആദരിക്കുവാനും ഈ മകനിലൂടെ ഒത്തിരിയേറെ നന്മകൾ ഈ ലോകത്തിന് കൈവരുവാനുമായിട്ട് ഇടവരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഇത് ഈ കുദാശ സ്വീകരിക്കുമ്പോൾ ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമുക്കും നമ്മളെ തന്നെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരുക്കത്തോടുകൂടി എപ്പോഴും ഈ കുദാശ സ്വീകരിച്ചുകൊണ്ട് ഈശോയാകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ വഹിക്കുന്നവരായി തീരുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ശിവന്റെ അപ്പമായി ലോകത്തിലേക്ക് വന്ന മിശിഹായെ, അങ്ങേ പക്കൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങളെ ആത്മീയവും ഭൗതികവുമായ ദാനങ്ങളാൽ അനുഗ്രഹിക്കണമേ. അങ്ങേ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്നവർക്ക് അവരുടെ ജീവിതയാത്രയിൽ അങ്ങെന്നും തുണയായിരിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. കുർബാനയായി ആഗതനാകുന്നു തിരുവോസ്തിരൂപനാം എൻ്റെ ഈശോ. ആദ്യ കുർബാനയായി ആഗതനാകുന്നു തിരുവോസ്തിരൂപനാം എൻ്റെ ഈശോ. എത്രയോ കാലമായി കാത്തിരിക്കുന്നു ഞാൻ യേശുവേ എന്റെ സ്വന്തമാകാൻ. എത്രയോ കാലമായി കാത്തിരിക്കുന്നു ഞാൻ യേശുവേ എന്നെ സ്വന്തമാകാൻ. ആഗതനാകുന്നു യേശു എന്നുള്ളിൽ, അളവില്ലാത്ത ആനന്ദം എൻ്റെ ഉള്ളിൽ. ആഗതനാകുന്നു ഈശോ എന്നുള്ളിൽ, അളവില്ലാത്ത ആനന്ദം എൻ്റെ ഉള്ളിൽ. എൻ്റെ യേശുനാഥനാം ഹൃദയം നേരിടാം, എന്നുള്ളം സത്കാരിയാക്കിടാം ഞാൻ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി, സുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ കുർബാന വഴി
നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങൾ പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥായി നീക്കും. ഈ വിശുദ്ധ ബലി വഴി ഈശോ നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. ജീവിതത്തിൽ എന്നും ഈശോ നിനക്ക് താങ്ങും തണലും കൂട്ടും സ്നേഹവുമായി തീരുവാനുള്ള കൃപ ഈ കൂദാശയുടെ മുദ്രയായി നമുക്ക് സ്വീകരിക്കാം. പിതാവായ ദൈവം നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങളും കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തൻ്റെ ജീവദായകമായ ശരീരരക്തങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുകയും നിത്യജീവിതത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. മിശിഹായുടെ ജീവദായകമായ തിരുശരീരരക്തങ്ങൾ ആദ്യമായി സ്വീകരിച്ച നിന്നെ അവിടെ തൻ്റെ സ്നേഹത്തിൽ നിലനിർത്തുകയും ലോകവ്യാമോഹങ്ങളിൽ പെടാതെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ശിശുസഹജമായ നൈർമല്യത്തിലും ദൈവാശ്രയ ബോധത്തിലും വളർന്നു വരുവാൻ അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈശോയെ പോലെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ പ്രീതിയിൽ വളർന്നു വരുവാൻ അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി പ്രാപിച്ചുകൊണ്ട് ജീവിതയാത്ര തുടരുവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഭവനങ്ങൾ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വാസസ്ഥലങ്ങളാകട്ടെ. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിച്ച് നിങ്ങളെയും നിങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ബന്ധുമിത്രങ്ങളെയും മറ്റെല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സുസ്തി. ഞങ്ങളുടെ കർത്തവ്യങ്ങളുടെ സുസ്തിയും അങ്ങേ ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകണേ. ഹീനബലി അർപ്പിക്കുവാൻ ഞങ്ങൾ അറിഞ്ഞുകൂടാ. രക്ഷാകരകർമ്മത്തിൽ പങ്കാളിയാകുവാൻ പരിശുദ്ധ കന്യാമറിയത്തെ തിരഞ്ഞെടുത്ത ദൈവമേ, ഈ ജപമാല ആശീർവദിക്കണമേ. മിശിഹായുടെ ജീവിതത്തെയും മരണത്തെയും മഹനീയമായ ഉദ്ധാനത്തെയും പറ്റി ചിന്തിച്ചുകൊണ്ട് ജീവിതം നവീകരിക്കുവാൻ ഇത് ഞങ്ങളെ സഹായിക്കട്ടെ. സന്തോഷത്തിലും ദുഃഖത്തിലും സമചിതനായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. Is to speak your name.
afternoon, ladies and gentlemen. As we all know, we are gathered here for the Holy Communion of Asher Midun. നമ്മുടെ ആഷറിന് നമ്മളൊരു ഗ്രാൻഡ് എൻട്രി ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ആ എൻട്രിക്കൊപ്പം നിങ്ങളുടെ കൂടെ എല്ലാ പ്രോത്സാഹനവും കയ്യടിയും മെയിനാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്ന്. സോ അതുകൊണ്ട് നമ്മുടെ ആഷർ ഈ സെൻറ്റർ പാത്വേയിലൂടെ കടന്നു വരുമ്പോൾ എല്ലാവരും നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ആഷറിനെ ഈ ഒരു സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. നമ്മുടെ ഇന്നത്തെ സ്റ്റാർ, അതായത് ഇന്ന് ഈശോയെ സ്വീകരിച്ച് ദേവാലയത്തിലെ എല്ലാ അനുഗ്രഹീതമായ ചടങ്ങുകൾക്ക് ശേഷം നമ്മുടെ ആഷർ മിഥുൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നല്ലൊരു ഡബിൾ സ്ട്രോങ് കൈയടി കൊടുത്തുകൊണ്ട് ആഷറിനെ നമുക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. ആഷർ, പ്ലീസ് വെൽക്കം. കൺഗ്രാജുലേഷൻ ആഷർ. ഓക്കെ, കം ഓൺ, എല്ലാവരും ഒരു കൺഗ്രാജുലേഷൻസ്. നല്ലൊരു ഡബിൾ സ്ട്രോങ് കൈയടിയായിട്ട് കൊടുത്തേ. ഓക്കെ ആഷർ, ഹാപ്പിയാണോ? എന്ത് തോന്നുന്നു ഈ ഒരു നേരത്ത്? കുറേ നാളുകൾക്ക് ശേഷം, ഇതിനു മുമ്പ് നമ്മ മാമോദീസയ്ക്ക് ഈശോയെ സ്വീകരിച്ചായിരുന്നു, അറിയോ? അറിയില്ല, കാരണം കൊച്ചാണ്, അറിയത്തില്ല ഈശോയെ സ്വീകരിച്ച ആ സമയം എന്തോ നടക്കുന്നു അല്ലേ മാമോദീസ നേരത്ത്. പക്ഷെ ഇന്നെങ്ങനെയാ ഈശോയെക്കുറിച്ച് കുറേ അറിഞ്ഞു, പഠിച്ചു, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് ഈശോയെ സ്വീകരിച്ചു അല്ലേ? മാമോദീസ സ്വീകരിച്ചതിന് ശേഷം ഇന്ന് കുർബാന സ്വീകരിക്കുന്നതിന് മുൻപ് വരെ നമ്മുടെ പപ്പയും മമ്മിയും ഫാമിലി എല്ലാവരും അപ്പം സ്വീകരിക്കുന്നത് കണ്ടിട്ടില്ലേ? പള്ളിയിൽ പോകുമ്പോൾ അവൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കും ആഗ്രഹമില്ലേ, എന്താണ് എനിക്ക് സ്വീകരിക്കാൻ പറ്റാത്തതെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഓക്കെ, അവൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് അവൻ കുർബാന സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൻ എന്താണ് ഉള്ളിൽ ഫീൽ ചെയ്തതെന്ന് നമുക്ക് ഇവൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചറിയാം അല്ലേ? അങ്ങനെയല്ലേ? ആണോ? റെസ്പോണ്ട് ചെയ്യ്. അതെ, ഓക്കെ. ആഷർ, ഒന്ന് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാവോ? ഹാപ്പി ഫീൽ ചെയ്തു, ഓവർജോയ്ഡ്. ഈശോയെ സ്വീകരിച്ചപ്പോൾ ഫീൽ ചെയ്തു. ഓക്കെ, ഈശോയെ സ്വീകരിച്ച സമയത്ത് ഈശോ അവനെ തൊടുന്ന പോലെ അവന് ഫീൽ ചെയ്തു. അത് തന്നെയല്ലേ ഒരു കുർബാന സ്വീകരണത്തിൽ അവന് വേണ്ടത് അല്ലേ? നല്ലൊരു കൈയ്യടി കൊടുത്ത് നമ്മുടെ ആഷറിന്. സോ ഇനി എന്നേക്കും ഈശോയോടൊപ്പം, ഈശോയുടെ കുട്ടിയായി, എല്ലാവർക്കും മാതൃകയായി ജീവിക്കട്ടെ എന്നും നല്ലൊരു ആശംസ നൽകിക്കൊണ്ട് നമുക്ക് നമ്മുടെ ആഷറിൻ്റെ ഫാമിലിയെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം അല്ലേ? ആഷറിൻ്റെ ഫാമിലി ഇവിടെ വെയിറ്റിംഗ് ആണ്, എപ്പോഴാണ് വിളിക്കുന്നതെന്ന് നോക്കി. സോ വിളിക്കാം അല്ലേ നമുക്ക്? സോ ആഷറിൻ്റെ പപ്പയും മമ്മിയും മിഥുൻ ആൻഡ് ഡീനോ ഡേവിഡ് ഓൺ ടു ദ സ്റ്റേജ്. അതോടൊപ്പം നമ്മുടെ ആഷറിൻ്റെ യങ്ങർ ബ്രദർ ആമോസ് മിഥുൻ ഓൺ ടു ദ സ്റ്റേജ്. നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് ആഷറിൻ്റെ ഫാമിലിയെ വെൽക്കം ചെയ്യാം. സോ ആഷറിനെ പോലെ തന്നെ ആഷറിൻ്റെ പാരൻസും പ്രൗഡായിട്ടുള്ള മൊമെൻ്റ് ആണല്ലേ ഈ ഒരു നിമിഷം ഈശോയെ സ്വീകരിച്ച്. അതോടൊപ്പം നിങ്ങളോട് എല്ലാവരോടും ഈ ഒരു ജോയ് ഷെയർ ചെയ്യാനാണ് ഇവരിന്നിവിടെ നിൽക്കുന്നത്. അതേപോലെ ആഷറിൻ്റെ നെയിമിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഓക്കെ, പറഞ്ഞത് ശരിയാണ്. ആഷറിൻ്റെ പപ്പ പറഞ്ഞത് യാക്കോബിൻ്റെ 12 മക്കളിൽ ഒരു മോൻ്റെ പേരാണ് ആഷർ എന്ന് പറയുന്നത്. അതുപോലെ ആഷർ എന്ന മീനിങ് എന്ന് പറയുന്നത് സന്തോഷം, ജോയ്, ബ്ലെസ്സിങ്, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒന്നാണ്. അത് നമ്മുടെ ആഷറിൻ്റെ മുഖത്ത് നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാം അല്ലേ? സോ ഈ ഒരു ഫാമിലിക്ക് നല്ലൊരു കൈയ്യടി കൊടുത്തേ. ഓക്കെ, താങ്ക് യു. സോ നമുക്ക് നമ്മുടെ
ആഷിൻ്റെ ബാക്കി ഫാമിലിയെ നമുക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ആഷിൻ്റെ ഗ്രാൻഡ് പാരൻസ് ലേറ്റ് KP തോമസ്, മേഴ്സി തോമസ്, അതുപോലെ നമ്മുടെ തോമസ്, അതായത് ആഷിൻ്റെ ഗ്രാൻഡ് ഫാദർ സ്വർഗത്തിൽ നിന്ന് സന്തോഷിക്കുകയായിരിക്കും ഈ ഒരു നിമിഷം, അല്ലേ? അഭിമാനിക്കുന്ന ഒരു സമയമാണ്, അല്ലേ? സോ അതേപോലെ തന്നെ ആഷിൻ്റെ ഗോഡ് പാരൻസ് ആയ മേഴ്സി തോമസ് ആൻഡ് KP ആൻ്റണി, പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ്. നല്ലൊരു കൈയടി കൊടുക്കൊണ്ട് അവർ രണ്ടുപേരും ഈ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. സോ അതേപോലെ തന്നെ നമ്മുടെ ഡീനു ഡേവിഡിൻ്റെ പാരൻസ് AL ഡേവിഡ് ആൻഡ് ഏനി ഡേവിഡ് ഓൺ ടു ദ സ്റ്റേജ്. രണ്ടുപേരെ നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് തന്നെ ഈ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. AL ഡേവിഡ് ആൻഡ് ആനി ഡേവിഡ് ഓൺ ടു ദ സ്റ്റേജ്. സോ വെൽക്കം ബോത്ത് ഓഫ് യു. അതേപോലെ നമ്മുടെ മിഥുൻ ചേട്ടൻ്റെ സിബ്ലിങ്സ് ടൈസൺ തോമസ് ആൻഡ് ജീമ ടൈസൺ, അവർക്ക് 2 ബേബീസ് ഉണ്ട്, നേവ മരിയ ടൈസൺ ആൻഡ് എലൈജ ജോസഫ് ടൈസൺ. പ്ലീസ് കം ടു ദ സ്റ്റേജ്. പിന്നെ ചേച്ചിയുടെ സിബ്ലിങ്സ് ഡീന സിക്സൺ ജോസ്, ഏഞ്ചൽ സിക്സൺ ആൻസ്റ്റിൻ സിക്സൺ ആൻഡ് ഏഞ്ചലിന സിക്സൺ. എല്ലാവരെയും ഞാൻ ഈ ഒരു വേദിയിലേക്ക് നല്ലൊരു ഡബിൾ സ്ട്രോങ് കൈയ്യടി കൊടുക്കാം. ഈ ഒരു ഫാമിലി പാക്കിനെ തന്നെ ഞാൻ ഈ ഒരു സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഫാദർ ജോസ് ചാത്തേലി ആൻഡ് ഫാദർ സിജോ അരിക്കാട് ഓൺ ടു ദ സ്റ്റേജ്. നമ്മുടെ 2 അച്ഛന്മാർക്കെയും നല്ല കയ്യടി കൊടുത്തുകൊണ്ട് തന്നെ ഈ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. ആദ്യം തന്നെ നമുക്കൊരു പ്രയറോട് കൂടെ തന്നെ നമുക്ക് ഈ ഒരു ഒഫീഷ്യൽ സെറമണീസ് സ്റ്റാർട്ട് ചെയ്യാം. സോ അതിനായി ഫാദർ സിജോ അരിക്കാടിനെ പ്രയറിനായി ഞാൻ ക്ഷണിക്കുന്നു. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് നമ്മുടെ അഷറിനെ അഭിനന്ദിക്കുകയാണ്. നമ്മളൊന്ന് ചേർന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഈശോയെ സ്വീകരിച്ച സന്തോഷത്തിലാണ് അഷറായിരിക്കുന്നത്. ഈ സന്തോഷം ജീവിതത്തിലെ എല്ലാ നിമിഷവും ഈ മകൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവനെ വളർത്തി വലുതാക്കിയ മിഥുനും ഡീനുവിനും ഇനിയും ഈ മകനെ നല്ല രീതിയിൽ വളർത്തുവാനും ഈ മകൻ ഇവരുടെ കുടുംബത്തിന് ഒരു അനുഗ്രഹമായി തീരാനായിട്ട് ഇടവരട്ടെ എന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അഷറിൻ്റെ ഈ സന്തോഷത്തിൽ ഞങ്ങളൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ഈ ദിവസം ഞങ്ങൾ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ മകനെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ മകനിലൂടെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപകളെയും ഓർത്ത് നന്ദി പറയുന്നു. ഈ മകൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ പങ്കുചേരുമ്പോൾ നിന്നെക്കുറിച്ചുള്ള ഓർമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിർത്താനായിട്ട് ഇടവരട്ടെ. നിന്നെ വഹിക്കുന്നവരായിട്ടുള്ള ഞങ്ങൾ ഓരോരുത്തരും നിന്നിൽ ഞങ്ങൾ സ്വീകരിച്ച സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ആ മനോഭാവങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അർഷനെ അനുഗ്രഹിക്കണമേ. മകൻ്റെ ജീവിതത്തിൽ സകലവിധ നന്മകളും നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അരൂപിയാൽ നയിക്കപ്പെടണമെന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളിവിടെ ഒന്ന് ചേർന്ന് ഈ സന്തോഷത്തിൽ പങ്കുചേരുമ്പോൾ ഇന്നിവിടെ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളെയും അങ്ങ് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഞങ്ങൾ കഴിക്കാൻ പോകുന്ന ഭക്ഷണപദാർത്ഥങ്ങളെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങൾക്കായി ഒരുക്കിയ എല്ലാവരെയും അവരുടെ കരങ്ങളെയും അവരുടെ ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രത്യേകമായി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ നമുക്ക് ക്യാൻഡിൽ ലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒഫീഷ്യൽ സെറമണീസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ ആഷിനെയും ആഷിൻ്റെ ഗോഡ് പാരൻസ് അതേപോലെ തന്നെ ടീനു ചേച്ചിയുടെ പാരൻസിനെയും ഞാൻ ക്യാൻഡിൽ ലൈറ്റ് ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു. ഈ തെളിയിക്കുന്ന ഈ ഒരു വെളിച്ചം നമ്മുടെ ആഷിൻ്റെ ഇനിയുള്ള ജീവിതത്തിലേക്ക് നല്ലൊരു തുടക്കമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഓക്കെ, നല്ലൊരു കൈയടി കൊടുക്കാം. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. Who would believe that I could be happy and content? അടുത്തതായി കേക്ക് കട്ടിംഗ് സെറമണിയാണ്. ഒരു കേക്ക് ഷെയറിംഗ് എന്ന് പറയുന്നത് ഉള്ളിലുള്ള ഒരു കേക്ക് ഷെയറിംഗ് മാത്രമല്ല, സ്നേഹത്തിൻ്റെയും കൂടി പങ്കുവയ്ക്കലാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ ആഷറിനെ ഞാൻ കേക്ക് കട്ടിങ്ങിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. ഒരു കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. സെറ്റ് അല്ലേ ആഷർ? ഓക്കെ, കം ഓൺ. 3, 2, 1, here we go. When I tell everyone that you're
before I met you. When I let you walk into my heart. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation. I want the world to know I'm happy as can be. I was afraid to think that you thought you were above me, that I was only fooling myself to think you loved me. But since tonight you said you wouldn't live without me, that round about me you wanted to stay. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിംഗ് സെറമണിയും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സും വിഷസും എല്ലാം നല്ലൊരു കയ്യടിയായിട്ട്, നല്ലൊരു ഡബിൾ ട്രിപ്പിൾ സ്ട്രോങ് കയ്യടിയായിക്കോട്ടെ നമ്മുടെ ആഷറിനും ഈ ഒരു ഫാമിലിക്കും. ഓക്കെ, ഇന്ന് ആഷറിൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മൊമെൻ്റ് ആണ് അല്ലേ? ആ ഒരു നിമിഷം നല്ലൊരു തുടക്കമാവട്ടെ ഇതെന്ന് നമുക്ക് ആശംസിക്കാം.
കുറുകെ